ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എഫാത്ത പ്രാർത്ഥന കൂട്ടായ്മയിലെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മളിവിടെ കേട്ടതുപോലെ നമ്മുടെ അമ്മയുടെ ജനന തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയായിരുന്നു. അമ്മ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഓർമ്മകളുണ്ട്. അമ്മ സ്നേഹമാണ്. അമ്മ ഒരു ഭാവമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ആശ്രയം, നമ്മുടെ സന്തോഷത്തിൻ്റെ ഒക്കെ കാരണം നമ്മുടെ അമ്മയാണ്. ഏത് പ്രായത്തിലാണെങ്കിലും ഏത് ജീവിത അന്തസ്സിലാണെങ്കിലും അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകള് നമ്മുടെ ഹൃദയത്തെ, എല്ലാവരുടെയും ഹൃദയത്തെ തരളിതമാക്കാറുണ്ട്. അമ്മയുടെ അടുത്ത് പോകാൻ, അമ്മയോടൊന്ന് സംസാരിക്കാൻ, അമ്മയുടെ കൂടെ ആയിരിക്കാൻ, അമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ നുകരാൻ, അമ്മയിൽ നിന്ന് അല്പം ഭക്ഷണമൊക്കെ മേടിച്ച് കഴിക്കാൻ, അങ്ങനെ ആ കുടുംബത്തിൻ്റെ ഊഷ്മളത, സ്നേഹം എല്ലാം നമ്മളായിരിക്കുന്നത് പോലെ നമ്മളെ കാണുന്ന, അറിയുന്ന, സ്നേഹിക്കുന്ന ആ അമ്മയോട് കൂടെ ആയിരിക്കാൻ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്, താല്പര്യമാണ്. അമ്മയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ച്, ഓരോ കുഞ്ഞിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും നമ്മെ ദൈവത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ ദൈവം സ്നേഹപൂർവ്വം നൽകിയ ഈ ലോകത്തിൽ ദൈവത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ് നമ്മുടെ അമ്മ. വീഴ്ചകളിൽ, പരാജയങ്ങളില് സാരമില്ല, ഓ അതൊക്കെ പോകട്ടെ എന്ന് നമ്മളോട് പറയാൻ, ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മെ തലോടി ആശ്വസിപ്പിക്കാൻ, രോഗങ്ങളുണ്ടാകുമ്പോൾ നമ്മുടെ കട്ടിലിന്റെ അരികിലിരുന്ന് ശുശ്രൂഷിച്ച് നമ്മെ താരാട്ടുപാടി ഉറക്കാൻ, കുടുംബത്തിലെ വലിയ വലിയ പ്രശ്നങ്ങളില് ഭർത്താവിനോടും കുടുംബത്തിലുള്ളവരോടും ആ പോട്ടെ, മുകളിലൊരു ദൈവമുണ്ട്, എല്ലാം കാണുന്ന ഒരു തമ്പുരാനുണ്ട് എന്ന് പറയാൻ ഒരു അമ്മയുണ്ടാവണം. അമ്മയ്ക്കതിന് സാധിക്കണം. അപ്പോഴാണ് കുടുംബത്തില് പ്രാർത്ഥനയുണ്ടാവുക, സ്നേഹമുണ്ടാവുക, ഐക്യമുണ്ടാവുക. ഈ ലോകത്തില് ഒരമ്മ ഇപ്രകാരമാണെങ്കിൽ ദൈവത്തിന്റെ സ്നേഹവാത്സല്യങ്ങളുടെ എല്ലാം ഭാവം ഒഴുക്കിക്കൊണ്ടാണ് ഈ ലോകത്തിലേക്ക് അമ്മമാരെ ദൈവം തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത്. ദൈവമായ കർത്താവ് തിരുവചനങ്ങളിൽ പറയുന്നുണ്ട്, ഞാൻ നിന്നെ അമ്മയെ പോലെ ലാളിക്കും, ഞാൻ നിന്നെ എൻ്റെ മടിയിലിരുത്തും, ഞാൻ നിന്നെ താരാട്ടുപാടും. വീണ്ടും അവിടുന്ന് പറയുന്നുണ്ട്, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മൂർത്തിഭാവമാണ് അമ്മ. ഒരു കുഞ്ഞ് അമ്മയിൽ നിന്നാണ് ദൈവസ്നേഹത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിക്കുക. സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി ഈശോയെ, ദൈവമേ എന്നൊക്കെ വിളിക്കാൻ അമ്മയുടെ മുഖത്ത് നിന്നാണ് നമ്മളൊക്കെ എല്ലാവരും പഠിക്കുന്നത്. ഇങ്ങനെ ഈ ലോകത്തിലെ ജീവിതത്തില് അമ്മയുടെ ആവശ്യം നമുക്കുണ്ടെങ്കിൽ അതിലെത്രയോ അധികമായിട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തില് നമുക്കൊരമ്മയെ ആവശ്യമുണ്ട്. അമ്മയുടെ സ്നേഹം ആവശ്യമുണ്ട്, അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ സാന്ത്വനങ്ങളും ആവശ്യമുണ്ട്. ഇത് നന്നായി മനസ്സിലാക്കിയ കർത്താവ് ഈശോമിശിഹായാണ് കുരിശിൻ ചുവട്ടിൽ വെച്ച് തന്റെ പ്രിയപ്പെട്ട അമ്മയെ നമുക്കെല്ലാവർക്കും അമ്മയായി നൽകിയത്. ഈശോയെ സ്നേഹിക്കുന്ന ഏതൊരാളും മാതാവിനെ സ്വന്തം അമ്മയായിട്ട് തൻ്റെ ജീവിതത്തിലും തൻ്റെ ഭവനത്തിലും സ്വീകരിക്കും. ആ അമ്മയുടെ അരികെ ജപമാല ചൊല്ലി, അമ്മയെ ധ്യാനിച്ച്, അമ്മയെ പ്രാർത്ഥിച്ച്
ഈശോയിലേക്ക്, സ്വർഗത്തിലേക്ക് നടക്കുവാൻ നമുക്കെല്ലാവർക്കും ഈശോ തന്ന സ്നേഹമുള്ള അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം. അമ്മയുടെ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ദുഃഖങ്ങളെല്ലാം മറന്നു പോകുന്നത് പോലെ അമ്മയോട്, സ്വർഗീയ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ നൊമ്പരങ്ങൾക്കും എല്ലാ വേദനകൾക്കും അർത്ഥമുണ്ടാകും. അമ്മ നമ്മളെ ആശ്വസിപ്പിക്കും, നമ്മളെ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഇന്ന് ഈ നമ്മുടെ പ്രിയപ്പെട്ട അമ്മയെക്കുറിച്ച് തിരുസഭ ധ്യാനിക്കുന്ന ദിവസമാണ്. മാതാവിൻ്റെ ജീവിതത്തിലെ ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഈ സമയം നമുക്ക് ധ്യാനിക്കാം. മാതാവിനെ കുറിച്ച് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. മറിയം ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പല സംഭവങ്ങളുടെയും അർത്ഥം മനസ്സിലാക്കാൻ സാധിച്ചില്ല. മംഗളവാർത്ത തിരുനാളില്, മംഗളവാർത്ത സംഭവത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മാലാഖ വെളിപ്പെടുത്തിയ കാര്യങ്ങളൊന്നും അമ്മയ്ക്ക് മനസ്സിലായില്ല. എങ്കിലും ദൈവഹിതത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് ഏറ്റുപറഞ്ഞ് സമർപ്പിച്ചപ്പോഴും ഒന്നും പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കാതെയാണ് മാതാവ് പറഞ്ഞത്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, കാലിത്തൊഴുത്തില് തൻ്റെ പ്രിയപ്പെട്ട സുതന് ജന്മം നൽകി മാലാഖമാരെല്ലാം ഹല്ലേലൂയ പാടി, ആട്ടിടയന്മാർ വന്ന് കാഴ്ചകൾ സമർപ്പിച്ചു. ആ സമയത്തും ഈ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചെല്ലാം മറിയം ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇതിൻ്റെ ഒന്നും അർത്ഥം അമ്മയ്ക്ക് മനസ്സിലായില്ല. എങ്കിലും മറിയം എല്ലാം ധ്യാനിച്ചു, ഹൃദയത്തിൽ സംഗ്രഹിച്ചു. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഈശോയെ ദേവാലയത്തിൽ സമർപ്പിച്ചു. ശിമിയോൻ പറഞ്ഞു, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കിടക്കും. ഇതാ സകല മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷ എൻ്റെ കണ്ണ് കണ്ടു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോഴും മാതാവിന് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. പക്ഷേ അതിൻ്റെ വിശദീകരണം ചോദിക്കാനോ ഇതെന്താണ് ഈ പറയുന്നത് എന്ന് ചോദിക്കാനോ നിൽക്കാതെ മറിയം പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. ഹൃദയത്തിൽ 1000 പ്രാവശ്യം മറിയം ഏറ്റു പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. കാരണം മാതാവിൻ്റെ ജീവിതം അഗാധമായൊരു ധ്യാനമായിരുന്നു. വീണ്ടും 12-ാം വയസ്സിൽ ഈശോയെ കാണാതെ പോയപ്പോൾ ദേവാലയത്തിൽ വെച്ച് 3 ദിവസങ്ങൾക്ക് ശേഷം തൻ്റെ തിരുക്കുമാരനെ കണ്ടെത്തിയപ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങൾ എന്തിനാ എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതല്ലേ? അപ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, മറിയത്തിന് അവൻ പറഞ്ഞതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായില്ല. എങ്കിലും അവൾ ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. അഗാധമായ ഒരു ധ്യാന ജീവിതം നയിച്ച അമ്മയെയാണ് നമ്മൾ ഈ സുവിശേഷങ്ങളിൽ കാണുന്നത്. ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നിൻ്റെയും അർത്ഥം മനസ്സിലാകുന്നില്ലെങ്കിലും ജീവിതത്തിൽ എന്തെല്ലാമോ കടന്നു വരുന്നു, കടന്നു പോകുന്നു. പക്ഷേ അതിനു മുമ്പിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ കൂപ്പുകൈകളോടെ നിന്നുകൊണ്ട് അമ്മ ധ്യാനിച്ചു. ആ ധ്യാനത്തിൻ്റെ അവസാനം അമ്മ ഏറ്റു പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ തിരുവിഷ്ടം പോലെ എന്നിൽ നിറവേറട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, ജപമാല ചൊല്ലുന്നുണ്ട്, അമ്മയുടെ അപദാനങ്ങൾ പാടുന്നുണ്ട്. പക്ഷേ അമ്മയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു ഒന്നാമത്തെ കാര്യം ഈ ധ്യാനവും ദൈവഹിതത്തിനുള്ള ഈ സമർപ്പണവുമാണ്. നമ്മുടെ ജീവിതത്തിൽ നിരവധിയായ സംഭവങ്ങളും നിരവധിയായ കാര്യങ്ങളും കടന്നു വരുമ്പോൾ നമുക്ക് പലപ്പോഴും അതിൻ്റെ ഒന്നും അർത്ഥം മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ട് ഈ രോഗം, എന്തുകൊണ്ട് ഈ വേദന, എന്തുകൊണ്ട് ഈ തെറ്റിദ്ധാരണ, എന്തുകൊണ്ട് ഈ നിരാശ? ആർക്കും ഒരു തിന്മയും ചെയ്തില്ലല്ലോ, എന്നിട്ടും എല്ലാവരും എന്നെ തെറ്റിദ്ധരിക്കുന്നല്ലോ. ആർക്കും ഒരു ദ്രോഹവും ചെയ്തില്ലല്ലോ, എന്നിട്ടും എല്ലാവരും എന്നെ വെറുക്കുന്നല്ലോ. ആരെയും ഞാൻ ഉപദ്രവിച്ചില്ലല്ലോ, എന്നിട്ടും എനിക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുന്നല്ലോ, കടബാധ്യതകൾ ഉണ്ടാകുന്നു.
മക്കള് സ്നേഹിക്കുന്നില്ല, മാതാപിതാക്കള് സ്നേഹിക്കുന്നില്ല. അങ്ങനെ 100 ജീവിത പ്രശ്നങ്ങള് എല്ലാവരുടെയും, നമ്മുടെ ഓരോരുത്തരുടെയും, മനുഷ്യരായിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരും. അപ്പോൾ നമുക്ക് ചെയ്യാൻ ഒന്നേ ഉള്ളൂ, നമ്മുടെ അമ്മയെ പോലെ നമുക്ക് ധ്യാനിക്കണം. അതിൻ്റെ ഒന്നും അർത്ഥം മനസ്സിലായില്ല എങ്കിലും മറിയം ഗാഠമായ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ടിരുന്നു. ഇതിനെല്ലാം പിന്നിലുള്ള ദൈവത്തിന്റെ പരിപാലനയുടെ കരം, ഇതിന്റെ എല്ലാം പിന്നിലുള്ള ദൈവത്തിന്റെ കരം, അതിൽ മാത്രം ശരണം വെച്ചുകൊണ്ട് ധ്യാനിച്ച അമ്മയെ പോലെ നമ്മുടെ ജീവിത ദുഃഖങ്ങളുടെ, ജീവിത പ്രയാസങ്ങളുടെ, സങ്കടങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് നമുക്ക് ധ്യാനിക്കണം. അങ്ങനെ നമ്മുടെ ജീവിതം അമ്മയെ പോലെ ഒരു ധ്യാനമാക്കി മാറ്റണം. മറിയം ധ്യാനിക്കുകയായിരുന്നില്ല, ജീവിതം ധ്യാനമാക്കി മാറ്റുകയായിരുന്നു. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കാനും ദൈവത്തിന്റെ തിരുമുമ്പിൽ ഇതാ ഞാൻ എന്ന് പറയാനും പരിശുദ്ധ അമ്മയുടെ ഈ തിരുനാൾ നമുക്ക് സഹായകമാകണം. നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മകള്, നമ്മുടെ ജപമാലകള്, നമ്മുടെ ബൈബിൾ വായനകള് എല്ലാം നമ്മളെ എത്തിക്കേണ്ടത് ഈ അനുഭവത്തിലേക്കാണ്, ഈ ഹൃദയഭാവത്തിലേക്കാണ്, ഈ ധ്യാനത്തിന്റെ ചൈതന്യത്തിലേക്കാണ്. നമുക്കറിയാം, ഇന്നത്തെ ലോകത്തിലേക്ക് ചുറ്റും നോക്കിയാല് ഏകാന്തത, മൗനം, ധ്യാനം, പ്രാർത്ഥന, വിശ്വാസം, ഇതിനൊക്കെ അർത്ഥം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട എന്ന് ചിന്തിക്കുന്ന, ദൈവവും മതവിശ്വാസവും പ്രാർത്ഥനയും അനാവശ്യമാണ് എന്ന് കരുതുന്ന ജനങ്ങളുടെ സംഖ്യ കൂടിക്കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. മാധ്യമ സംസ്കാരം വിഴുങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ കൗമാരങ്ങളും ബാല്യങ്ങളും യൗവനങ്ങളും എല്ലാം വഴിതെറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ്, ഒരു സംസ്കാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ മക്കൾ എങ്ങോട്ട് പോകും, നമ്മുടെ മക്കളൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും, ഇങ്ങനെ പോയാൽ ഈ മക്കളുടെ ഭാവി എന്തായിരിക്കും എന്ന് ആകുലപ്പെടുന്ന ഒരുപാട് മാതാപിതാക്കൾ ഇന്നുണ്ട്. എല്ലാത്തിനും നമുക്ക് ഒരു ഉത്തരമേ ഉള്ളൂ. പരിശുദ്ധ അമ്മയെ പോലെ എവിടെയും ദൈവഹിതത്തിന്റെ മുമ്പിൽ ആമേൻ പറയാൻ, ദൈവത്തെ കാണാൻ, ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് എന്താണ് കൊണ്ടുവരുന്നത് അത് 2 കൈയും നീട്ടി സ്വീകരിക്കാൻ, അതൊന്ന് ധ്യാനിക്കാൻ, ആ ധ്യാനത്തിന്റെ അവസാനം ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, അവിടുത്തെ ഇഷ്ടം പോലെ നിറവേറട്ടെ എന്ന് പറയുവാനുള്ള ആ വലിയ ഭാവമാണ് പരിശുദ്ധ അമ്മയിൽ നിന്ന് ഇന്ന് നമുക്ക് ലഭിക്കേണ്ടത്. അതുപോലെ നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധ അമ്മയെ നീ സ്ത്രീകളിൽ ഭാഗ്യവതി എന്ന് എലീശ പുണ്യവതി വിളിക്കുന്നതായിട്ട്. മാലാഖ പ്രത്യക്ഷപ്പെട്ട് മറിയത്തെ വിളിച്ചു, നന്മ നിറഞ്ഞവളെ സുസ്തി. നന്മ നിറഞ്ഞവൾ, സ്ത്രീകളിൽ ഭാഗ്യവതി. നമുക്കറിയാം നമ്മൾ ആരെയാണ് ഭാഗ്യമുള്ളവളായിട്ട്, ഭാഗ്യമുള്ളവനായിട്ട് കരുതുക എന്ന്. ധാരാളം സമ്പത്ത്, നല്ല ജോലി, നല്ല വിദ്യാഭ്യാസം, നല്ല വീട്, നല്ല വാഹനങ്ങള്, സമൂഹത്തിൽ ഒരു നല്ല സ്ഥാനം, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയും, ഓ അവൻ എത്ര ഭാഗ്യവാൻ, അവൾ എത്ര ഭാഗ്യവതി. എന്നാൽ മാതാവിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ആ ഭാഗ്യം, സ്ത്രീകളിൽ ഏറ്റവും ഭാഗ്യമുള്ളവളായ ആ മാതാവിന്റെ ഭാഗ്യം എന്തായിരുന്നു? എന്നും കഷ്ടപ്പെടാനും അലയാനും ബുദ്ധിമുട്ടാനും ഈ ലോക ജീവിതത്തിൽ ഉടനീളം ഒരു പരദേശിയെ പോലെ അലഞ്ഞു തിരിഞ്ഞു നടക്കാനും ആയിരുന്നു മാതാവിന്റെ വിളി. മംഗളവാർത്ത മുതൽ കാൽവരിയിലെ കുരിശ് വരെ, അല്ല ഈശോയുടെ മരണശേഷം ശിഷ്യന്മാരോടൊപ്പം ഈ ലോകം മുഴുവനും അലഞ്ഞു തിരിഞ്ഞു നടന്ന അമ്മ. നമ്മുടെ ദൃഷ്ടിയിൽ, അല്ലെങ്കിൽ ലോകത്തിന്റെ ദൃഷ്ടിയിൽ നോക്കിയാൽ യാതൊരു ഭാഗ്യവും ആ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുകയില്ല. ഭർത്താവിനാൽ തെറ്റിദ്ധരിക്കപ്പെട്ടവൻ, തന്റെ പ്രിയപുത്രൻ നല്ല പ്രായത്തിൽ തന്നെ ഉപേക്ഷിച്ചു പോയി, ഒരു കള്ളനെ പോലെ കുരിശിൽ മരിച്ചു, ഈജിപ്തിൽ ഓടിപ്പോയി തിരിച്ചു വന്നു, കഠിനാധ്വാനം ചെയ്ത് കുടുംബം പുലർത്തി, അർത്ഥപ്പട്ടിണിയും മുഴുപട്ടിണിയും തെറ്റിദ്ധാരണയും എല്ലാം നിറഞ്ഞ ആ ജീവിതം അവസാനം ഒരു വിധവയുടെ ജീവിതമായിരുന്നു. ഭർത്താവ് നഷ്ടപ്പെട്ടു, ഏക മകൻ നഷ്ടപ്പെട്ടു. അങ്ങനെ സ്വന്തമായി ഈ ലോകത്തിൽ ആരുമില്ലാത്ത ഏകയായ ഒരു വിധവയെ നോക്കി
ഇന്നത്തെ ലോകത്തിൽ നമ്മൾ ആരെങ്കിലും ഭാഗ്യവതി എന്ന് വിളിക്കുമോ? ഒരിക്കലുമില്ല. എന്തൊരു കഷ്ടമാണ് ആ സ്ത്രീയുടെ കാര്യം, എത്ര ദൗർഭാഗ്യമാണ് അവളുടെ ജീവിതം എന്നേ നമ്മൾ കരുതുകയുള്ളൂ, നമ്മൾ പറയുകയുള്ളൂ. കഷ്ടം, അവളെ നോക്ക്, അവൾ എന്തോരം വിഷമിക്കുന്നു. എന്നാൽ ഇങ്ങനെയുള്ള ഈ അമ്മയെ നോക്കിയാണ് നമ്മളെല്ലാവരും വിളിക്കുന്നത്, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. ദിവസം പല പ്രാവശ്യം മാതാവിന്റെ മുമ്പിൽ കൈകൾ കൂപ്പി നമ്മൾ പറയുന്നുണ്ട്, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അനുഗ്രഹവും നന്മയും എന്നൊക്കെ പറയുന്നത് തീർച്ചയായും നമ്മുടെ ദൃഷ്ടിക്ക്, നമ്മുടെ വിചാരങ്ങൾക്ക്, നമ്മുടെ മനോഭാവങ്ങൾക്ക് അതീതമാണ്. ഈ കഷ്ടപ്പാടിന്റെ നടുവിൽ ഒരു സ്ത്രീ ഭാഗ്യവതിയായെങ്കിൽ, ഈ തെറ്റിദ്ധാരണയുടെയും വേദനയുടെയും വൈധവ്യത്തിന്റെയും തിക്താനുഭവങ്ങളുടെയും നടുവിലാണ് സ്ത്രീകളിൽ അവൾ ഏറ്റവും ഭാഗ്യവതിയായതെങ്കിൽ എന്താണ് നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യം? നമ്മൾ ഭാഗ്യമായി കരുതുന്നതെല്ലാം വാസ്തവത്തിൽ ഭാഗ്യമാണോ? നമ്മൾ നിർഭാഗ്യമായി കരുതുന്നത് നമ്മുടെ ജീവിതത്തിലെ നിർഭാഗ്യങ്ങളാണോ? നമുക്ക് ധ്യാനിച്ചു നോക്കാം. അപ്പോൾ ദൈവത്തിന്റെ വെളിപാട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ലോകം തരുന്ന ഭാഗ്യമല്ല യഥാർത്ഥ ഭാഗ്യം, ലോകം തരുന്ന സൗഭാഗ്യമല്ല യഥാർത്ഥ സൗഭാഗ്യമെന്ന് പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കും. കാരണം അവിടുത്തെ തിരുക്കുമാരൻ, അവിടുത്തെ പുത്രൻ, തിരുപുത്രൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സന്തോഷം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ അത് ലോകം തരുന്നത് പോലെയല്ല. ലോകം തരുന്ന സമാധാനമല്ല ഞാൻ തരുന്ന സമാധാനം. നമുക്കറിയാം, നമ്മുടെ ഈ സംസ്കാരം, നമ്മുടെ ഈ ലോകം വളരെ അസ്വസ്ഥത നിറഞ്ഞ ഒരു കാലഘട്ടമാണ്. പല സ്ഥലങ്ങളിലും ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിൽ സഹോദരങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങൾ വധിക്കപ്പെടുന്നു, പീഡിപ്പിക്കപ്പെടുന്നു. ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചിരിക്കുന്നു എന്നതിന്റെ പേരിൽ മാത്രം ഒരുപാട് വേദനകൾ സഹിക്കുന്ന, കൊല്ലപ്പെടുന്ന, വധിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ക്രിസ്തീയ വിശ്വാസിയായതിന്റെ പേരിൽ മാത്രം സഹിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ നോക്കിക്കൊണ്ട്, ഈ അസ്വസ്ഥതകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമുക്ക് നോക്കാൻ പരിശുദ്ധ അമ്മയുടെ മുഖമുണ്ട്. കാരണം തിരുസഭയുടെ ചരിത്രത്തിലുടനീളം നമ്മൾ കാണുന്നുണ്ട്, എന്നെല്ലാം സഭ പ്രതിസന്ധികളിൽ അകപ്പെട്ടുവോ, എന്നെല്ലാം ഏതെല്ലാം കാലങ്ങളിൽ തിരുസഭയിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും രൂക്ഷമായോ, അന്നെല്ലാം പരിശുദ്ധ അമ്മ ഒരു അമ്മയുടെ ഹൃദയഭാവത്തോടെ ഇറങ്ങി വന്നിട്ടുണ്ട്. രക്തക്കണ്ണീർ പൊഴിച്ചുകൊണ്ട്, കണ്ണുനീര് തൂകിക്കൊണ്ട്, പ്രാർത്ഥിക്കും മക്കളെ, പ്രാർത്ഥിക്കും മക്കളെ, അനുതപിക്കും മക്കളെ, മാനസാന്തരപ്പെടും മക്കളെ, കൊന്ത ചെല്ലും മക്കളെ എന്ന് ആവശ്യപ്പെട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അമ്മ ഇറങ്ങി വന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം അമ്മ സ്വർഗത്തിൽ നമ്മളെ ഉപേക്ഷിച്ച് പിതാവിന്റെ വലതുഭാഗത്ത് പോയിരിക്കുന്ന അമ്മയല്ല. ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന് ഈശോ വാഗ്ദാനം ചെയ്തെങ്കിൽ ആ വാഗ്ദാനത്തില് ഈശോയോടൊപ്പം അമ്മയുണ്ട്. ലോകാവസാനം വരെ നമ്മളോടൊപ്പമായിരിക്കുവാനാണ് ഈശോ നമുക്ക് അമ്മയെ തന്നത്. ആ അമ്മ നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിലുണ്ട്, നമ്മുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളിലുണ്ട്, ദുഃഖങ്ങളിലുണ്ട്. അമ്മയെ വിളിക്കുന്ന ക്ഷണത്തില് മക്കള് വിളിച്ചാൽ അമ്മയ്ക്ക് വിളി കേൾക്കാതിരിക്കാൻ സാധിക്കയില്ലാത്തതുപോലെ, മക്കളായ നമ്മൾ അമ്മയെ എന്ന് കണ്ണുനീരോടുകൂടി വിളിച്ചാൽ അമ്മ അവിടെ സന്നിഹിതമാവും, അമ്മ അവിടെ വരും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഞങ്ങളുടെ ഒരു കോൺവെന്റിൽ നടന്ന ഒരു സംഭവം, അമ്മയുടെ സ്നേഹത്തിന്റെ സാന്നിധ്യത്തിന്റെ ഒരു സംഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. വർഷങ്ങൾക്ക് മുൻപ് ജമ്മു കാശ്മീർ പ്രദേശത്ത് പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് അത്ര സുഖത്തിലല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ, ഒരു 8-10 വർഷം മുമ്പാണ്, ഞങ്ങളുടെ ഒരു മഠമുണ്ട് ആ പ്രദേശത്ത്. കാശ്മീരിന്റെ അതിർത്തിയിൽ ഒരു മഠമല്ല, പല മഠങ്ങളുണ്ട്. അപ്പോൾ അവിടെ രാത്രിയായാൽ എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്യണം, ആരും ഒരു ലൈറ്റ് പോലും ഇടരുത് എന്നൊക്കെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷെ ഒരു ഗവൺമെന്റില് ഈ വാർത്തകളൊക്കെ അറിയാൻ വേണ്ടി ഒരു സിസ്റ്റർ ഈ റേഡിയോ
ഓൺ ചെയ്യും. റേഡിയോ കറണ്ട് കുത്തി ഓൺ ചെയ്യും. അതിന്റെ ഇൻഡിക്കേറ്റർ ചുമന്ന ലൈറ്റ് തെളിഞ്ഞിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഈ റേഡിയോ ഓൺ ചെയ്ത ദിവസം പാകിസ്ഥാനിൽ നിന്ന് ഒരു വിമാനം ഈ അന്തരീക്ഷത്തിന്റെ മുകളിൽ കൂടി പറന്നു വന്നത് എവിടെയെങ്കിലും ലൈറ്റ് കണ്ടാൽ അത് പട്ടാളക്കാരുടെ ക്യാമ്പാണെന്ന് വിചാരിച്ച് അവിടെ ബോംബിടാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ വന്ന സമയത്ത് ഈ ചുവന്ന ലൈറ്റ് കണ്ടു. ആ വിമാനത്തിന്റെ ക്യാപ്റ്റൻ ബോംബിടാൻ വേണ്ടി തുടങ്ങി. പക്ഷേ സാധിച്ചില്ല. ആ ആകാശത്തില് ഒരു സ്ത്രീയുടെ രൂപം കണ്ടു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഇത് എനിക്ക് തോന്നുന്നതായിരിക്കും, ഇങ്ങനെയൊന്നും സംഭവിക്കുകയില്ല എന്ന് വിചാരിച്ചു ഒന്നുകൂടെ ശ്രമിച്ചു. പറ്റിയില്ല. വീണ്ടും ആ സ്ത്രീയുടെ രൂപം പ്രത്യക്ഷപ്പെട്ടു. വീണ്ടും ഒന്നുകൂടെ ശ്രമിച്ചു. അപ്പോഴും സാധിച്ചില്ല. അദ്ദേഹം വിമാനവുമായിട്ട് തിരിച്ചുപോയി. അങ്ങനെ ക്രിസ്ത്യാനിയല്ലാത്ത, ദൈവവിശ്വാസിയല്ലാത്ത, പരിശുദ്ധ അമ്മയെക്കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ലാത്ത ആ വ്യക്തി വിമാനമിറക്കി പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞ് ഈ സ്ഥലം അന്വേഷിച്ചു വന്നു. എവിടെയാണ് ഈ ചുവന്ന ലൈറ്റ് കണ്ടത് എന്ന് അന്വേഷിച്ച് അദ്ദേഹം പകൽ സമയത്ത് ഈ മഠത്തിൽ വന്നു. ഈ മഠത്തിൽ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, ആരെങ്കിലും ഇങ്ങനെ ലൈറ്റ് ഇട്ടായിരുന്നോ? അപ്പോൾ ആരും ഇട്ടില്ല എന്ന് അവസാനം അന്വേഷിച്ച് വന്നപ്പോൾ ഈ സിസ്റ്റർ ഇത് കുത്തിയതിന്റെ ഇൻഡിക്കേറ്റർ തെളിഞ്ഞാന്ന്. അങ്ങനെ അപ്പോഴാണ് അദ്ദേഹം ഈ അനുഭവം പങ്കുവെച്ചത്. ഞാനിങ്ങനെ ഇവിടെ ബോംബിടാൻ വന്നു, അപ്പോൾ ഈ മുകളിൽ ആകാശത്ത് ഒരു സ്ത്രീയുടെ രൂപം പ്രത്യക്ഷപ്പെട്ടു, അതുകൊണ്ട് എനിക്ക് ബോംബിടാൻ സാധിച്ചില്ല. എൻ്റെ വിശ്വാസം മാറി മറിഞ്ഞു, ഞാൻ അവിടെ നിന്നൊക്കെ പോന്നു, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് ആ അനുഭവം പങ്കുവെച്ചു. ഇതൊരു സംഭവമാണ്. പരിശുദ്ധ അമ്മ തന്നെ വിളിക്കുന്ന മക്കളുടെ സമീപത്ത് സംരക്ഷണവുമായി വരും എന്നതിൻ്റെ അനേകം സംഭവങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. മറ്റൊരു സംഭവം പറയാം. ഞങ്ങളുടെ ഒരു ആഫ്രിക്കയിലെ ഒരു കോൺവെന്റില് കവർച്ചക്കാര് വന്നിട്ട് വെടിവെക്കാൻ വന്നു. ഒരു സിസ്റ്ററിന്റെ നേരെ തോക്ക് ചൂണ്ടി ചങ്കിന് നേരെ വെടിവെച്ചു. ചങ്കിന് നേരെ 1-2 വെടിവെച്ചു. സിസ്റ്റർ നിലത്ത് വീണു. സിസ്റ്റർ മരിച്ചെന്ന് വിചാരിച്ച് അയാൾ പോയി. പക്ഷേ പ്രിയപ്പെട്ടവരെ, ആ വെടിയുണ്ട കൊണ്ടത് ഈ കുരിശിലായിരുന്നു. ഈ കുരിശിന്റെ നടുക്ക് ഇത് ഞങ്ങളുടെ സഭയുടെ സിസ്റ്റേഴ്സാണ്. അപ്പൊ ഈ കുരിശിന്റെ നടുവില് വെടികൊണ്ടു. ആ വെടിയുണ്ട തെറിച്ചുപോയി. സിസ്റ്റർ എഴുന്നേറ്റ് പോയി, ഒന്നും പറ്റിയില്ല. അതൊരു വലിയ അനുഭവമായിട്ട് ആ സിസ്റ്ററിന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ കേട്ടതാണ്. ഇത്രയും വലിയ ശരീരത്തില് 2 വെടിയുണ്ട ഈ കുരിശാൽ മാത്രം കൊള്ളണമെങ്കിൽ ഈ മാതാവിന്റെ ഈ കുരിശ്, മാതാവിന്റെ ഈ സംരക്ഷണം എത്ര വലുതാണെന്ന് അനുഭവിച്ചറിഞ്ഞു. ഇങ്ങനെ അനേക അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കുമുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, അമ്മ നമ്മുടെ കൂടെയുണ്ട്. അമ്മ നമ്മുടെ അമ്മയാണ്. മക്കളായ നമ്മളെ വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മയാണ്. നമ്മുടെ കൂടെ, നമ്മളെ സ്നേഹിക്കുന്ന മാതാവിന്റെ നിരവധി പ്രത്യക്ഷങ്ങള് നമ്മൾ കേട്ടിട്ടുണ്ട്. ഓരോ സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്ന അമ്മ ആ സ്ഥലത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട് ലൂർദിലെ അമ്മയായി, ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട് ഫാത്തിമയിലെ അമ്മയായി, വേളാങ്കണ്ണിയിലെ പ്രത്യക്ഷപ്പെട്ട് വേളാങ്കണ്ണി മാതാവായി, അങ്ങനെ ഗാഡലുപ്പ, അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടു. അവിടെയെല്ലാം ആ സ്ഥലത്തിന്റെ പേരിൽ അമ്മ അറിയപ്പെടുകയാണ്. ഈ അമ്മ സഭയുടെ മാതാവാണ്, നമ്മുടെ മാതാവാണ്. ഈ അമ്മയാണ് നമ്മുടെ അമ്മ. നമ്മെ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്ന സമുദ്ര താരമാണ് പരിശുദ്ധ അമ്മ. നമ്മുടെ ജീവിതത്തിന്റെ കോട്ടയാണ്. നമ്മൾ ലുത്തിനിയായിൽ അനേകം അപദാനങ്ങൾ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. രക്തസാക്ഷികളുടെ രാജ്ഞിയാണ്, കന്യകളുടെ രാജ്ഞിയാണ്, സകല വിശുദ്ധരുടെയും രാജ്ഞിയാണ്, സ്വർഗാരോപതിയാണ്. അങ്ങനെ വചനത്തെ ജീവിതത്തിൽ സ്വീകരിച്ച്, ഹൃദയത്തിൽ സ്വീകരിച്ച് നമുക്ക് പകർന്നു തന്ന ഈ അമ്മ നമ്മുടെ ജീവിതത്തിന്റെ അമ്മയായി കടന്നു വരട്ടെ. നമ്മുടെ ഹൃദയത്തിന്റെ അമ്മയായിട്ട് കടന്നു വരട്ടെ. നമ്മുടെ നാഥയായിട്ട് കുടുംബങ്ങളിൽ വാഴട്ടെ. ഈ ജപമാല പ്രാർത്ഥന എന്ന് ഉപേക്ഷിക്കുന്നുവോ അന്ന് നമ്മുടെ കുടുംബങ്ങൾ തകരും. അമ്മ നമ്മളെ കൈവിട്ടു പോകും. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ ഒരുമിച്ചിരുന്ന് ജപമാല ചൊല്ലി അമ്മയെ വാഴ്ത്തി ദൈവത്തിലേക്ക് വളരാം. അങ്ങനെ അമ്മ നമ്മളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് നടത്തട്ടെ. നമുക്ക് അമ്മയുടെ അപദാനങ്ങൾ പാടി സ്തുതിക്കാം.
അംബികേ അമ്മേ തേജസ്സേ നീ എന്നും ഞങ്ങളെ നിന്നങ്കിയാ പൊതിയണേ. ഓ പൂർണ്ണ നന്മയാ അംബികേ അമ്മേ തേജസ്സേ നീ എന്നും ഞങ്ങളെ നിന്നങ്കിയാ പൊതിയണേ. ദൈവം നൽകിയ നന്മകളെ നിത്യം കീർത്തിച്ചവളെ നീയല്ലോ ഞങ്ങൾക്കാരംഭം. ദൈവം നൽകിയ നന്മകളെ നിത്യം കീർത്തിച്ചവളെ നീയല്ലോ ഞങ്ങൾക്കാരംഭം. ഓ പൂർണ്ണ നന്മയാ അംബികേ അമ്മേ തേജസ്സേ എന്നും നിമ്പലം നിൻ സ്നേഹം എന്നും സുരഭിലം നിൻ ജന്മം എന്നും നിർമ്മലം നിൻ സ്നേഹം എന്നും സുരഭിലം. അമ്മേ നിൻ തിരുസാന്നിധ്യം എന്നെന്നും മധുരം. അമ്മേ നിൻ ദർശനം എന്നും സൗഭാഗ്യം. അമ്മേ നിൻ തിരുസാന്നിധ്യം എന്നെന്നും മധുരം. അമ്മേ നിൻ ദർശനം എന്നും സൗഭാഗ്യം. ദൈവം നൽകിയ നന്മകളെ നിത്യം കീർത്തിച്ചവളെ നീയല്ലോ ഞങ്ങൾക്കാരംഭം. ദൈവം നൽകിയ നന്മകളെ നിത്യം കീർത്തിച്ചവളെ നീയല്ലോ ഞങ്ങൾക്കാരംഭം. ഓ പൂർണ്ണ നന്മയാ അംബികേ അമ്മേ തേജസ്സേ നിന്നും ദാനമാ എന്നേക്കും എനിക്കു കിട്ടിയ നിന്നും ദാനമാ എന്നേക്കും എനിക്കു കിട്ടിയ അമ്മേ 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 നീ വരേണമേ. അമ്മേ ഭവനം നിന്നെ കാത്തിരിക്കുന്നു. അമ്മേ 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 നീ വരേണമേ. അമ്മേ ഭവനം നിന്നെ കാത്തിരിക്കുന്നു. ദൈവം നൽകിയ നന്മകളെ നിത്യം കീർത്തിച്ചവളെ നീയല്ലോ ഞങ്ങൾക്കാരംഭം. ദൈവം നൽകിയ നന്മകളെ നിത്യം കീർത്തിച്ചവളെ നീയല്ലോ ഞങ്ങൾക്കാരംഭം. ഓ പൂർണ്ണ നന്മയാ അംബികേ
തേജസ്സേ നീ എന്നും ഞങ്ങളെ നിന്നങ്കിയാ പുതിയണേ ഓ പൂർണ്ണ നന്മയാ അംബികേ അമ്മേ തേജസ്സേ നീ എന്നും ഞങ്ങളെ നിന്നങ്കിയാ പുതിയണേ ദൈവം നൽകിയ നന്മകളെ നിത്യം കീർത്തിച്ചവളെ നീയല്ലോ ഞങ്ങൾക്കാലംബം ദൈവം നൽകിയ നന്മകളെ നിത്യം കീർത്തിച്ചവളെ നീയല്ലോ ഞങ്ങൾക്കാലംബം